സദ്യക്കൂട്ടിൽ നമ്മൾ നേരത്തെ നാരങ്ങ അച്ചാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ നാരങ്ങയുടെ കുറച്ച് മാത്രമാണ് അന്ന് നമ്മൾ എടുത്തത്. അപ്പോൾ ബാക്കിയുള്ള നാരങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. നാരങ്ങ ചെറുതായി കട്ട് ചെയ്തതിലേക്ക് കുറച്ചധികം ചെറുഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കാം. കുറച്ച് പുളി ചെറു ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ചധികം മല്ലിപ്പൊടി. വെളിച്ചെണ്ണ ചൂടായി കടുക് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയായിട്ട് നമുക്കിത് സദ്യക്കൂട്ടിൽ വിളമ്പാം. പൊടികളിലേക്ക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നാരങ്ങ ഒന്ന് വഴന്നു വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർക്കേണ്ടത്. പിന്നീട് അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നതിന് ശേഷം പുളിവെള്ളം ചേർക്കാം. പുളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നാരങ്ങ വേവില്ല. അതുകൊണ്ട് വേവ് ഉറപ്പ് വരുത്തിയതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള നാരങ്ങ മേടിച്ചിട്ടാണ് അച്ചാറും ഈ തൊടുകറിയും ഉണ്ടാക്കിയത്. പുളി പിഴിഞ്ഞിട്ടുള്ള ഈ നാരങ്ങ കറി ആയാലും നമുക്ക് നേരത്തെ ചെയ്തു വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.